നമ്മുടെ കുട്ടികളുടെ സ്പീച്ച് സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ ആസ് പേരൻസ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആൻഡ് ബെസ്റ്റ് സർവീസ് കിട്ടണം എന്നാണ്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് ട്രെയിനിങ് കിട്ടുന്ന ഒരു തെറപ്പി സെൻറ്റർ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹലോ, എൻ്റെ പേര് ജോൻ ആനി ജേക്കബ്. ഞാൻ പ്രയത്നയിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞിന് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻ്റർവെൻഷൻസ് തുടങ്ങാൻ സാധിക്കത്തില്ല. ആദ്യം നമ്മൾ കുട്ടിയുടെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട കാര്യം ഞാൻ ചൂസ് ചെയ്യുന്ന തെറപ്പി സെൻറ്റർ എന്നുള്ളത് അവിടെ നമ്മുടെ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. നമ്മൾ ഈ അസസ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, കുട്ടിയുടെ ലൈക്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ കുഞ്ഞിനെ അറിയാം, കുട്ടിയുടെ ഇപ്പോഴത്തെ ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇത്തരം ഡിഫിക്കൽട്ടീസ് ഉള്ള വേറെ ആരെങ്കിലും ഫാമിലിയിലുണ്ടോ, കുട്ടി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് പ്രൊഫഷൻ നിങ്ങളോട് ചോദിക്കും. വൺസ് ഇത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് മെറ്റീരിയൽ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കുട്ടിയുടെ ഡിഫിക്കൽട്ടിയുടെ സിവിയറിറ്റി എത്രമാത്രമുണ്ട്, നമ്മൾ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് തിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ പ്രോസസ്സ് നമ്മൾ ചൂസിങ് തെറപ്പി സെൻറ്ററിൽ ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊഫഷണൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് മെറ്റീരിയൽ എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്ത് ഡൊമെയിൻസ് ആണ് അത് അസസ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ടും നമ്മുടെ കുഞ്ഞിൻ്റെ പെർഫോമൻസുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രൊഫഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ചെയ്ത ടെസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും സ്കോറും അത് കുട്ടിയിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നും ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും പ്രൊഫഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടോ എന്നാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസസ്മെൻറ്റ് പ്രോസസ്സ്, ഈ ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ എൻറ്റയർ റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. അത് ചിലപ്പം അസസ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും. ഓരോ തെറപ്പി സെൻറ്ററിന് റിപ്പോർട്ട് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സ്പെസിഫിക് ടൈമുണ്ട്. സോ വിത്തിൻ ദാറ്റ് സ്പെസിഫിക് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട് അവൈലബിൾ ആകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ടൈമിലാണെങ്കിലും ഇൻ്റർവെൻഷൻ ടൈമിലാണെങ്കിലും പേരൻസിൻ്റെ പ്രസൻസ് കമ്പൾസറി ആണ്. അസസ്മെൻറ്റ് ടൈമിൽ ഓൾവേസ് മേക്ക് ഷുവർ രണ്ട് പേരെങ്കിലും കുട്ടിയുടെ കൂടെ ഉണ്ടെന്നുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് രണ്ട് പേർക്കും കുട്ടിയുടെ ലെവൽ എന്താണ്, കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആവും. വൺസ് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇൻ്റർവെൻഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡേയിൽ നമുക്ക് മേ ബി ഒരു 45 to 1 hour ആയിരിക്കും ഒരു തെറപ്പി സെഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടി സ്പെൻഡ് ചെയ്യുന്ന എല്ലാ സമയവും പേരൻസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പേരൻസ് അണ്ടർസ്റ്റാൻഡ് തെറപ്പിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് നമുക്ക് വീട്ടിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നത് തെറപ്പി സെഷനിലും പേരൻസിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നത് വീട്ടിൽ നമുക്ക് അതെങ്ങനെ ക്യാരി ഓവർ ചെയ്യണം എന്നുള്ളത്. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തെറപ്പി സെഷനിൽ പ്രൊവൈഡ് ചെയ്ത് കുട്ടിക്ക് നല്ല രീതിയിലുള്ളൊരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻപുട്ട് കുട്ടിക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. ഇത്രയും 4 കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു തെറപ്പി സെൻറ്റർ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത്. ആൻഡ് വി ഓൾസോ അഷ്യൂർ ദാറ്റ് ഈ 4 ഫാക്ടേഴ്സും സാറ്റിസ്ഫൈ ചെയ്ത് തന്നെയാണ് പ്രയത്നയിലെ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്.